വെൽക്കം ടു എൻറൂട്ട് ടു എക്സ്പ്ലോർ. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുമരകം ബേർഡ് സാഞ്ചുറിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മലരിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ 2-3 കൊല്ലമായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മൊത്തത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എൻട്രൻസ് ഒക്കെ തന്നെ നല്ല ഭംഗിയാണ്. മുളയൊക്കെ ഉപയോഗിച്ചുള്ള ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അതുപോലെ തന്നെ വാച്ച് ടവറിലേക്കുള്ള യാത്രയുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമ്മളേതായാലും വന്നതിന് ശേഷം ബോട്ടിങ്ങാണ് എടുത്തത്, മോട്ടോർ ബോട്ടാണ് എടുത്തത്. 750 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക്. വില്ലേജ് സൈഡും അതുപോലെ വേമ്പനാട് ലേക്കിൻ്റെ പല ഭാഗത്തൂടെയൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമ്മളത് എടുത്തതിന് ശേഷം ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ ഇതിനകത്ത് കയറി. നമ്മുടെ ഈ കുമരകം ബേർഡ് സാഞ്ചുറിയോട് ചേർന്നുള്ള ആ ഒരു തോടുണ്ട്, അവിടെയാണ് നമ്മുടെ ബോട്ട് കിടക്കുന്നത്. അവിടെ നമ്മൾ കയറിയതിന് ശേഷം ചെറിയൊരു വില്ലേജാണ്. അതിനകത്തൂടെയുള്ള ആ ഒരു യാത്ര, ബോട്ട് യാത്ര നല്ല രസമാണ്. പതിയെ ആ ഒരു തോട് മാറി കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു കായലിൻ്റെ ഭാഗത്തേക്ക്, കായലല്ല കായലിൻ്റെ ഒരു എൻട്രൻസ് എന്നൊക്കെ പറയാം. അവിടെ ഒരുപാട് ഹൗസ് ബോട്ടോ കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട്. ചെറിയൊരു പുഴയാണ്. ഈ പുഴ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേമ്പനാട് കായലിലേക്ക് പ്രവേശിക്കും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നത്. രണ്ട് സൈഡിലും നമ്മുടെ ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാടെണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്നതാണ്. അപ്പം ഏകദേശം അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 11 മണിയാകുമ്പോഴാണ് നമ്മുടെ ഈ ഹൗസ് ബോട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. നമ്മളിത് കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ബേർഡ് സാഞ്ചുറിയോടനുബന്ധിച്ചുള്ള ആ ഒരു ഏരിയയിലേക്ക് കിടക്കും. ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബേർഡ് സാഞ്ചുറിയിലൂടെ നടക്കണമെങ്കിൽ ഏകദേശം 2-3 കിലോമീറ്ററൊക്കെ ഉള്ളിലൂടെ നടക്കാനുണ്ട്. അപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ 1 അവർ നല്ല രീതിയിൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ കാടിൻ്റെ പ്രതീതിയുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബേർഡ് സാഞ്ചുറി. അതിൻ്റെ അകത്തെ വഴികളൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഉള്ളിലുള്ള പക്ഷികളെ കാര്യങ്ങളൊന്നും ശരിക്കും കാണത്തില്ല. അതിലെ പാറി പോകുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു വനത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ പോകുന്നൊരു ഫീല് നമുക്ക് ഇതിനോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ കുമരകം ബേർഡ് സാഞ്ചുറിയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് പറയുകയാണെങ്കിൽ 14 ഹെക്ടറിലായിട്ട് പരന്ന് കിടക്കുന്ന വേമ്പനാട് നദിയുടെ തീരത്താണ് നമ്മുടെ ഈ കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഒരുപാട് പക്ഷികളും ചെറിയ ചെറിയ മൃഗങ്ങളും ഒക്കെ ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയ ആണ്. ഹിമാലയം മുതൽ സൈബീരിയ വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദേശാടന പക്ഷികൾ ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ദേശാടന പക്ഷികൾ മെയിനായിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള ഒരു സമയത്താണ് ഇതിനെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ പ്രദേശമൊക്കെ കാണാൻ ഏറ്റവും നല്ല അനുയോജ്യമായുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള ആ ഒരു ടൈമിലാണ്. അവിടെ ആ ഒരു ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പക്ഷികളെ കാണാനും അതിനെ ഒബ്സർവ് ചെയ്യാനും ഇപ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരു ടൈം എന്ന് പറയുന്നത് ജൂൺ മാസമൊക്കെയാണ്. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള ഒരു ടൈമിലാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനോട് ചേർന്നുള്ള ആ ഒരു യാത്ര. ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾത്താമസമൊക്കെ ഉള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വേമ്പനാട് കായലിൻ്റെ അകത്തോട്ടാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട ജീവജാലങ്ങൾ, ഇപ്പം പൊന്മാന്, വിവിധയിനം പൊന്മാനുകൾ, വിവിധയിനം കൊക്കുകൾ, നീർനായ, ഇങ്ങനെയുള്ള ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഈ ബേർഡ് സാഞ്ചുറി. ഇതിനോട് നമ്മൾ ചേർന്ന് പോകുമ്പോൾ ഒരുപാട് പക്ഷികളുടെ സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ ഒന്നിനെ തന്നെ നമുക്ക് കാണത്തില്ല, കാരണം അത്രമേൽ വൈൽഡാണ്, എല്ലാം ഉള്ളിലോട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലുമാണ് പോകുന്നത്. എന്തായാലും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ പോകുന്ന ആ ഒരു ഭാഗം കഴിയാറായി. മുന്നിലായിട്ട് നമ്മുടെ വേമ്പനാട് കായൽ കാണാം. ഒരു ഗേറ്റ് പോലെ, ഒരു ഗേറ്റ് വേ ഓഫ് വേമ്പനാട് കായൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല ഭംഗിയോടുകൂടിയാണ് ആ ഒരു എൻട്രൻസ് നിൽക്കുന്നത്. ഈ എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടൽസും ഹെറിറ്റേജ് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ പതിയെ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അതുവരെ വന്ന ആ ഒരു ഭാഗത്തിനേക്കാൾ വിശാലമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് ദൂരെയായിട്ട് ആലപ്പുഴ, അതുപോലെ തന്നെ വെച്ചൂര്, വൈക്കം ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ തിന്നായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു 1 hour പ്രോഗ്രാമാണ് നമ്മുടെ ഈ ബോട്ടിങ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ, കിങ്ഫിഷർ ആണെങ്കിലും അതുപോലെ തന്നെ നീർക്കാക്കകളാണെങ്കിലും ഒരുപാടെണ്ണം മീനൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതിനൊപ്പം തന്നെ ആകാശമൊക്കെ അത്യാവശ്യം നല്ല മൂടിയായിട്ട് മഴക്കാറ് നല്ല രീതിയിൽ മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതും കാണാൻ നല്ലൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. നമ്മളിങ്ങനെ ഈ വേമ്പനാട് കായലിനുള്ളിലൂടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയ കമ്പുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഈ പക്ഷികൾ, പ്രധാനമായിട്ടും നീർക്കാക്കകളൊക്കെ വെള്ളത്തിൽ പൊങ്ങിയതിന് ശേഷം അതിൻ്റെ ചിറക് ഉണക്കാൻ വേണ്ടി വന്നിരിക്കുകയും ചിറക് വിടർത്തിയിരിക്കുന്നത് കാണാൻ വേണ്ടി നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഇത് നമ്മുടെ തേക്കടിയിലൊക്കെ ചെല്ലുന്ന സമയങ്ങളിൽ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ തേക്കടി ബോട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും കിട്ടും. നമ്മുടെ ഈ കുമരകവും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കാണാൻ വരുന്ന ആൾക്കാർ ഫോറിനേഴ്സൊക്കെ തന്നെയാണ്. ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതെന്നാണ് നമുക്ക് ഇവിടുന്ന് ലോക്കലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞറിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ വിവിധ പ്രോഗ്രാമുകളുണ്ട്. ബോട്ടിംഗ് ആണെങ്കിലും ഹൗസ് ബോട്ടിംഗ് ആണെങ്കിലും അതുപോലെ സ്പീഡ് ബോട്ട്, പിന്നെ കയാക്കിങ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഈ വേമ്പനാട് കായലിനുള്ളിലൂടെ ചെയ്യാൻ പറ്റും. അതിനുള്ള പല ഏജൻസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. നമ്മളെന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും മീൻപിടുത്തക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരം നമ്മൾ ഈ കാടും മലയൊക്കെ കയറി നടക്കുന്ന ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു കാഴ്ചയാണ്. ഏതായാലും അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ ആ വന്ന ഭാഗത്തേക്ക് ഒരു റൗണ്ട് ചുറ്റി നമ്മൾ വന്നപ്പോഴത്തേനും ഏകദേശം 40-45 മിനിറ്റോളം കവർ ചെയ്തു. നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട ഹൗസ് ബോട്ടുകളൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 1 day പ്രോഗ്രാമായിട്ടും 2 day പ്രോഗ്രാമായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പാക്കേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു വില്ലേജ് എൻട്രൻസിൻ്റെ അങ്ങോട്ട് കയറി. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് അതിനകത്തോടുള്ള ആ യാത്രയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിരുന്നത്. എന്തായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റികളും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളാണിതൊക്കെ. എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മലരിക്കലിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.